പെബിൾസ് മലയാളം. അത്യാഗ്രഹിയായ എലി. അത്യാഗ്രഹിയായ ഒരു എലി ധാന്യം നിറച്ച ഒരു കുട്ട കണ്ടു. അവൻ അതിലുള്ള ധാന്യം കഴിക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ അവൻ കുട്ടയിൽ ഒരു ചെറിയ ദ്വാരമുണ്ടാക്കി. ദ്വാരത്തിലൂടെ അകത്ത് കയറി ധാരാളം ധാന്യങ്ങൾ കഴിച്ചു. അവന് നല്ല സന്തോഷം തോന്നി. വയറു നിറഞ്ഞപ്പോൾ അവൻ പുറത്തേക്ക് വരാൻ നോക്കി. എന്നാൽ അവന്റെ വയറു നിറഞ്ഞതിനാൽ അവന് ആ ദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അവൻ കുറെ ശ്രമിച്ചു, എന്നാൽ ഒരു പ്രയോജനവും ഉണ്ടായില്ല. അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ അതിലെ ഒരു മുയൽ കടന്നു പോകുന്നുണ്ടായിരുന്നു. മുയൽ എലിയുടെ നിലവിളി കേട്ട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത് സുഹൃത്തേ? എലി വിശദീകരിച്ചു, ഞാനൊരു ചെറിയ ദ്വാരമുണ്ടാക്കി ഈ കുട്ടയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ ഇപ്പോഴെനിക്ക് പുറത്തേക്ക് കടക്കാൻ കഴിയുന്നില്ല. മുയൽ പറഞ്ഞു, നീ അമിതമായി ധാന്യങ്ങൾ കഴിച്ചതുകൊണ്ടാണ്. നിന്റെ വയർ ചുരുങ്ങുന്നതുവരെ നീ കാത്തിരിക്കൂ. മുയൽ ചിരിച്ചുകൊണ്ട് കടന്നുപോയി. തൊട്ടടുത്ത ദിവസം രാവിലെ അവന്റെ വയർ ചുരുങ്ങി. എന്നാൽ കുറച്ചുകൂടി ധാന്യം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. ധാന്യം കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ കുട്ടയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങേണ്ട കാര്യം മറന്നുപോയി. അവൻ കുറേ ധാന്യം കഴിച്ചു. അവന്റെ വയർ ശരിക്കും വലുതായി. ഭക്ഷണം കഴിച്ച ശേഷം അവന് രക്ഷപ്പെടണമെന്ന് ഓർത്തു. പക്ഷെ അവന് കഴിഞ്ഞില്ല. അപ്പോൾ അവൻ വിചാരിച്ചു, എന്നാൽ ഇനി നാളെ പോകാം. അങ്ങനെ അതിലെ ഒരു പൂച്ച കടന്നു പോവുകയുണ്ടായി. പൂച്ചയ്ക്ക് കുട്ടയിലെ എലിയെ മണത്തു. അവൻ കുട്ടയിൽ കയറി എലിയെ തന്റെ ഭക്ഷണമാക്കി. ഈ കഥയിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അത്യാഗ്രഹം ആപത്ത്. അത്യാഗ്രഹിയായ സിംഹം. ഒരിക്കൽ ഒരു കാട്ടിൽ ധാരാളം മൃഗങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഒരു സിംഹവും ഉണ്ടായിരുന്നു. സിംഹം അത്യാഗ്രഹിയായിരുന്നു. ഒരു ചൂടുള്ള ദിവസം സിംഹത്തിന് നന്നായി വിശപ്പ് തോന്നി. അങ്ങനെ സിംഹം ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി ഭക്ഷണം തേടി. കുറെ സമയത്തെ തിരച്ചിലിനു ശേഷം അവൻ ഒരു ചെറിയ മുയലിനെ കണ്ടു. അവൻ മുയലിനെ പിന്തുടർന്ന് പിടിച്ചു. മുയലിനെ നോക്കി അവൻ പറഞ്ഞു, ഇവൻ വളരെ ചെറുതാണ്. ഇതുകൊണ്ട് എന്റെ വയറു നിറയില്ല. സിംഹം മുയലിനെ ഭക്ഷണമാക്കുവാൻ പോകുന്നതിനു മുൻപ് കുറച്ചകലെ ഒരു മാൻ ഓടുന്നത് കണ്ടു. സിംഹത്തിന് അത്യാഗ്രഹം തോന്നി. ഈ ചെറിയ മുയലിനെ തിന്നുന്നതിനു പകരം ആ വലിയ മാനിനെ പിടിക്കാം എന്ന് സിംഹം ചിന്തിച്ചു. അവൻ മുയലിനെ വിട്ട് മാനിനു പുറകെ ഓടി. അവൻ ഒരുപാട് സമയം മാനിനെ പിന്തുടർന്നു. എന്നാൽ മാൻ കാട്ടിലേക്ക് അപ്രത്യക്ഷനായി. അപ്പോൾ സിംഹത്തിന് മുയലിനെ വിട്ടയച്ചതിൽ വിഷമം തോന്നി. ആ ദിവസം മുഴുവൻ സിംഹം വിശന്നു കഴിയേണ്ടി വന്നു. നഗരത്തിലെ എലിയും ഗ്രാമത്തിലെ എലിയും. ഡും ഡും ഡും.
ഗ്രാമത്തിലെ എലി ആവേശത്തോടെ വാതിലിനടുത്തേക്ക് ഓടി. പട്ടണത്തിൽ നിന്നും വരുന്ന തന്റെ കസിനെ പ്രതീക്ഷിച്ചായിരുന്നു ഗ്രാമത്തിലെ എലി. കസിനെ കണ്ടതും എലി ആലിംഗനം ചെയ്തു. അതിനുശേഷം ഭക്ഷണം കഴിക്കാൻ മേശക്കരികിൽ ഇരുത്തി. നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്ക് അത്താഴം കഴിക്കാം. ഇത് കേട്ടപ്പോൾ നഗരത്തിലെ എലി പറഞ്ഞു, നിങ്ങളോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്, ഇത്രയും നല്ല ഊഷ്മളമായ സ്വീകരണം നൽകിയതിന്. അത്താഴം കഴിക്കാനായി ഇരിക്കുമ്പോൾ നഗരത്തിലെ എലി മേശ മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു. മേശ നന്നായി ഒരുക്കിയിരിക്കുന്നു. എന്നാൽ മേശപ്പുറത്ത് വളരെ കുറച്ച് ഉണങ്ങിയ പഴങ്ങളും ബദാമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു എന്റെ ജീവിതം നിങ്ങളുടേതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്ന്. നിങ്ങൾ ഉറപ്പായും എന്റെ നഗരത്തിൽ വരണം. എങ്ങനെയാണ് സമൃദ്ധമായ വിരുന്ന് നൽകുക എന്നത് ഞാൻ കാണിച്ചു തരാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയേയില്ല. 2 ആഴ്ചയ്ക്ക് ശേഷം ഗ്രാമത്തിലെ എലി തന്റെ കസിനെ കാണുവാൻ നഗരത്തിലേക്ക് ചെന്നു. അങ്ങനെ നഗരത്തിലെ എലി ഭക്ഷണശേഖരം ഗ്രാമത്തിലെ എലിയെ കാണിച്ചു. അതിൽ മുന്തിരി, ചീസ്, നട്ട്സ്, റൊട്ടി എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഗ്രാമത്തിലെ എലി അത്ഭുതപ്പെട്ടു. നഗരത്തിലെ എലി പറഞ്ഞു, ഇനി നമുക്ക് അത്താഴം കഴിക്കാം. അവർ ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ തുടങ്ങുമ്പോൾ ഒരു പൂച്ച ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെയിരിക്കെ 2 എലികളും പൂച്ചയ്ക്ക് ആവശ്യമുള്ളത് എടുക്കുന്നതുവരെ കാത്തിരുന്നു. ഇതൊന്നും കണ്ട് നീ വിഷമിക്കേണ്ട, ഇത് നഗരജീവിതത്തിന്റെ ഭാഗമാണ്. അതിനുശേഷം അവർ ഭക്ഷണം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു നായ അവർക്കു നേരെ ചാടി വീണു. അവർ 2 പേരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടിയൊളിച്ചു. സുഹൃത്തെ, നിങ്ങളുടെ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി. നിങ്ങളുടെ തീന്മേശ വിഭവസമൃദ്ധമായിരുന്നു. പക്ഷേ നമുക്കൊരിക്കലും സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കഴിയുകയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. കൂട്ടുകാരെ, നമുക്കിതിൽ നിന്നും എന്തു മനസ്സിലായി? നമ്മുടെ കൈവശം ഉള്ളത് എന്താണോ അതിൽ സംതൃപ്തരായി ജീവിക്കുക, അതിൽ സന്തോഷിക്കുക. City Mouse and Country Mouse. One day, the country mouse was expecting his cousin from the city to come and visit. Knock knock. The country mouse ran towards the door excitedly. "Hello, dear cousin," he said, and gave his cousin a big hug and made him sit down at a late table. "I'm so glad to see you. Come on, let's have dinner, and you tell me how life is treating you." "My dearest cousin, thank you for your warm welcome," the city mouse said. He took a quick look at the table, which had only a few dry berries and walnuts on it. "Come, visit me, and I will give you such a wonderful treat that you will never want to come back to the country again." After a few days, the country mouse visited his cousin in the city. His cousin met him near a big store. The store had fruits, bread, cheese, and many other things. The country mouse was astonished. "Let's have a real dinner now, dear cousin," the city mouse said, and was just about to tuck in when a cat attacked the dinner table. The 2 mice had to wait for the cat to take what she wanted and leave. "Oh, this was close. Things like this shouldn't bother you too much. It's a part of city life," said the town mouse apologetically. They tried again. This time, they couldn't even touch their food because a dog ran towards them, and the 2 cousins had to run for their lives again. The country mouse said, "Dear cousin, thank you for your hospitality. There was plenty of food, but we can never sit and dine properly. I would rather go back to the country where I can enjoy my dinner in peace." Pebbles Malayalam.